Hello friends, Hi Kitchen Recipes in Malayalam എല്ലാവർക്കും സ്വാഗതം. കുരുമുളകിട്ട് വരട്ടിയ ബീഫ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇതിന്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടുള്ള സ്പെഷ്യൽ മസാല കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 2 പച്ചമുളകും 3 കറിവേപ്പില. ഈ കറിവേപ്പിലയൊക്കെ ഈ മസാലക്കൂട്ടിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക മണവും നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ 2 ഉണക്കമുളക്, ഒരു വലിയ ടീസ്പൂൺ പെരുംജീരകം, 4 ഗ്രാമ്പു, 3 ഏലക്ക, ഒരു മീഡിയം സൈസ് പട്ട, മീഡിയം സൈസ് ഇഞ്ചി, 3 വലിയ വെളുത്തുള്ളി. ഇനി ചെറിയ അല്ലിയുള്ള വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 5 വരെ ആകാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് മാക്സിമം അരച്ചെടുക്കാൻ പറ്റുന്നത്രയും അരച്ചെടുക്കുക. കുക്കറിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. 4 മീഡിയം സൈസ് സവോള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ വഴറ്റിയെടുക്കണം. നല്ല ഗോൾഡൻ കളറായി കഴിയുമ്പോഴായിരിക്കും ബീഫ് ഫ്രൈക്ക് കൂടുതൽ രുചി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബാക്കിയുള്ള മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോട്ടോ, അതുകൊണ്ട് തന്നെ തീ എപ്പോഴും വളരെ ലോയിൽ വെക്കാൻ ശ്രദ്ധിക്കുക പൊടികൾ ചേർക്കുന്ന സമയത്ത്. ഞാൻ നേരത്തെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 2 ചെറിയ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ എരിവനുസരിച്ച് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി എണ്ണ കുറവ് തോന്നിയുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുമ്പം എണ്ണ കുറവ് തോന്നുവാണെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വഴറ്റിയെടുക്കാം. അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന സ്പെഷ്യൽ മസാലക്കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല, ആ ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടിന് ഒരു പ്രത്യേക ഫ്ലേവറാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. 3/4 ടീസ്പൂൺ നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് കൂടി പോരുത് കേട്ടോ. 3/4 ടീസ്പൂൺ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം കൂടുതൽ ഒഴിക്കുവാണെങ്കിൽ ബീഫ് ഫ്രൈക്ക് ഭയങ്കര ഒരു പുളിരസം വരും. അപ്പോൾ പിന്നെ കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ കുറച്ച് നാരങ്ങനീരൊക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ ഈ ബീഫ് ഫ്രൈക്ക് ഒരു പ്രത്യേക രുചിയായിരിക്കും കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 800 ഗ്രാം ബീഫ് കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബീഫ് അരിയുമ്പോൾ മാക്സിമം ചെറുതാക്കി അരിയുവാണെങ്കിലായിരിക്കും ബീഫ് ഫ്രൈക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ മൂടി വെച്ച് വിസിലിട്ട് വേവിച്ചെടുക്കാം. ബീഫിന് പൊതുവേ നല്ല വേവുള്ളൊരു കാര്യമാണല്ലോ. എന്നാലും ഓരോ ബീഫിൻ്റെയും വേവ് വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല ഞാൻ എത്ര വിസിൽ വെച്ചു എന്ന്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പം ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വെച്ചതിന് ശേഷം ബാക്കി വേവിക്കുന്നത് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ബാക്കി വിസിൽ വരാനായിട്ട്. അപ്പോഴായിരിക്കും നമ്മുടെ ബീഫ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്ത് കിട്ടുക. ബീഫ് വെന്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിനുശേഷം ഇതിൻ്റെ പ്രഷർ നമ്മളായിട്ട് കളയരുത്. അത് തണുത്താൻ പോകാനായിട്ട് വെയിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമായിരിക്കും അതിൻ്റെ അകത്ത് കിടന്ന് ആവശ്യത്തിനും കൂടെ വേഗമുള്ളൂ. നമ്മളായിട്ട് പ്രഷർ കളയുവാണെങ്കിൽ ചിലപ്പോൾ അത് മുഴുവനായിട്ട് വെന്ത് കിട്ടില്ല. ഓക്കെ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, കളറ് തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല സ്മെല്ലുമാണ്. പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുമുണ്ട്. ഇനി നമുക്കിതിനെ ബീഫ് ഫ്രൈ ആക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പരന്ന പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ തീരുമാനിക്കാം. ഞാൻ ഏകദേശം 2.5 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ചേർത്ത് കൊടുക്കുമ്പം ഈ ബീഫിനൊരു നല്ലൊരു നാടൻ രുചി കിട്ടും. ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി ഇത് ചേർക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറാവും. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് വളരെ ക്രിസ്പി ആയിട്ടും കിട്ടിയിട്ടുണ്ട്. തേങ്ങ വറുത്ത് അതേ വെളിച്ചെണ്ണയിലോട്ട് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം.
വേവിച്ച സമയത്ത് ബീഫിൽ നിന്നും വന്നിട്ടുള്ള വെള്ളം ഒന്ന് വറ്റി കിട്ടണം. അതിനായിട്ട് ഫ്ലെയിം കൂട്ടി തന്നെ വെച്ച് നമുക്കിതിനെ ഇളക്കിയെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് വറ്റിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനെ വരട്ടി ഇളക്കി എടുക്കാം. ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ചിലവർക്ക് വളരെയധികം ക്രിസ്പി ആയിട്ട് വേണം. അങ്ങനെയാണെങ്കിൽ അത് അത്രയും സമയത്ത് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയത്തിൽ മതിയെങ്കിൽ അതുപോലെ അത്രയും സമയത്ത് ഇളക്കി കൊടുത്താലും മതി. അത്യാവശ്യം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്. ഇത് ബീഫ് പാനിലോട്ട് ഇട്ടതിന് ശേഷം നോൺ സ്റ്റിക്ക് പാനൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് ഇളക്കേണ്ട ആവശ്യം പോലുമില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി കൊടുത്താലും മതി. നമ്മൾ മിക്സിയിൽ അരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന മസാലക്കൂട്ട് തന്നെയാണ് ഈ ഒരു ബീഫ് ഫ്രൈയുടെ ടേസ്റ്റ് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഇതുവരെ ക്ലിക്ക് ചെയ്യാത്തവരാണെങ്കിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും റെസിപ്പീസും എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.